എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാംസ്കാരിക ദേശീയത എന്താണ് എന്ന കാര്യമാണ്. ദേശീയത എന്ന് പറയുന്ന ആശയം, ദേശരാഷ്ട്രം, ഇതൊക്കെ കൃത്യമായി പറയുകയാണെങ്കിൽ 100-300 വർഷം മാത്രം പഴക്കമുള്ള ആശയങ്ങളാണ്. ദേശരാഷ്ട്രങ്ങൾ, ആധുനിക ദേശരാഷ്ട്രങ്ങൾ ആദ്യമായി രൂപം കൊള്ളുന്നത് യൂറോപ്പിലാണ്. ഫാലിയൻ ട്രീറ്റിക്ക് ശേഷമാണ് യൂറോപ്പിൽ നാഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ നടക്കുന്നത്. അതിനുശേഷം പല ദേശരാഷ്ട്രങ്ങൾ യൂറോപ്പിൽ ഉയർന്നു വരികയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൊളോണിയൽ ഭരണത്തിൻ്റെ സാഹചര്യത്തിലാണ് ദേശരാഷ്ട്രങ്ങൾ യൂറോപ്പിന് പുറത്ത് ഉയർന്നു വരുന്നത്. അങ്ങനെ പല ദേശരാഷ്ട്രങ്ങളും, ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ ദേശരാഷ്ട്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. മനുഷ്യചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യന് പല പൊളിറ്റിക്കൽ രൂപങ്ങളുണ്ടായിരുന്നു. സ്റ്റേറ്റ് രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഗോത്രങ്ങളുടെ കാലഘട്ടം. പിന്നീട് ലീനിയേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ സിസ്റ്റത്തിൽ നിന്നും പിന്നീട് സ്റ്റേറ്റിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. സ്റ്റേറ്റിന് പലതരത്തിലുള്ള രൂപത്തിൽ സ്റ്റേറ്റ് കുറേ കാലം നിലനിൽക്കുന്നു. അത് ഫ്യൂഡൽ സ്റ്റേറ്റായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ ഒരു ഘട്ടം അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെന്താണ് ഈ സാംസ്കാരിക ദേശീയത എന്നാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ ദേശീയത എന്ന് പറയുന്ന ആശയം ഉയർന്നു വന്നപ്പോൾ തന്നെ യൂറോപ്പിൽ അതിനെ സംബന്ധിച്ച് പല ധാരണകൾ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ അതിൽ ജർമ്മനി കേന്ദ്രീകരിച്ചിട്ടുള്ള ഹെർഡർ എന്ന് പറയുന്നൊരു ഫിലോസഫർ, അദ്ദേഹമാണ് ഈ ഒരു കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കുക. അദ്ദേഹം ഒരു ദേശരാഷ്ട്രത്തെ വ്യാഖ്യാനിക്കുന്നത്, ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അസ്തിത്വം എന്ന് പറയുന്നത് ഒരു നാഷണൽ സ്പിരിറ്റിലാണുള്ളത്. അതിന് അദ്ദേഹം നൽകിയ പേര് വോക്സ് ജീസ്റ്റ് എന്നാണ്. വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്സ് വാഗൻ കാറൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ജർമ്മൻ വാക്കാണ്. വോക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ജനങ്ങൾ എന്നാണ് അർത്ഥം. ജീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റാണ്. ഇത് പിന്നീട് ഹെഗൽ എന്ന് പറഞ്ഞ ഫിലോസഫർ ഒരു ജീസ്റ്റ് എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കുന്നുണ്ട്. ഒരു യൂണിവേഴ്സൽ ജീസ്റ്റ്, യൂണിവേഴ്സൽ സ്പിരിറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ ഹെർഡർ കൃത്യമായിട്ടും പറയാൻ ശ്രമിച്ച കാര്യം, ഒരു രാജ്യം എന്ന് പറയുന്നത് അത് എസെൻഷ്യലി കൾച്ചറലാണ്, സാംസ്കാരികമായിട്ടാണുള്ളത്. അത് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു വോക്സ് ജീസ്റ്റാണ്, ജനങ്ങളുടെ ഒരു സ്പിരിറ്റ്, പീപ്പിൾസ് സ്പിരിറ്റ്, കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ബേസ് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. ഇത് അതുവരെ ഉണ്ടായിരുന്ന എൻലൈറ്റൻമെൻ്റ്, നവോത്ഥാന ചിന്താഗതിക്ക് നേരെ എതിരായിട്ടുള്ള ഒരു റിയാക്ഷനായിട്ടാണ് വരുന്നത്. ഈ ഹെർഡർ എന്ന് പറയുന്ന വ്യക്തിയെ റൊമാൻറ്റിസിസ്റ്റ് ഫിലോസഫറായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആ ഹെർഡറുടെ ഫിലോസഫിയിൽ നിന്നാണ് പൊതുവെ നമുക്ക് ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന ആശയം നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുക. പിന്നീട് യൂറോപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ, യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ, ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു നാഷണൽ കൾച്ചർ, സിംഗിൾ നാഷണൽ കൾച്ചറിൻ്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഉൾപ്പെടാത്ത ചില വിഭാഗങ്ങൾ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിട്ടത്. ജൂതർക്ക് എത്രയോ കാലമായിട്ടുള്ള ജൂതവിരോധം, അത് പിന്നീട് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ വലിയ ഭീകരമായ ജൂത കൂട്ടക്കൊലയിലേക്ക് എത്തിക്കുന്നു. എനിവേ, ജൂതർ ഈ ഒരു നാഷണൽ സ്റ്റേറ്റ് സിസ്റ്റത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയതല്ല വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങൾ നേരിട്ടൊരു വിഭാഗമായിരുന്നു. പിന്നീട് പൊതുവായിട്ട് യൂറോപ്പിൽ കാണാൻ സാധിക്കുന്നത് ജിപ്സി എന്ന് പറയുന്ന വിഭാഗം, അത്തരം വിഭാഗം, അവരും ഈ പറഞ്ഞതുപോലെ ഈ വോക്സ് ജീസ്റ്റ് എന്ന് പറയുന്ന ആശയ പരിസരങ്ങളിലും മാറിയുള്ളൊരു ജനത എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുകയും അവർ യൂറോപ്പിൽ ദേശരാഷ്ട്ര സങ്കല്പത്തിനകത്ത് വരാതിരിക്കുകയും അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയും അവർ രാഷ്ട്രമില്ലാത്ത ജനങ്ങളായി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഈ ജൂതന്മാരുടെയും ജിപ്സികൾ പോലുള്ള വിഭാഗങ്ങളുടെയും കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ ഒരു സിംഗിൾ കൾച്ചറൽ യൂണിറ്റി അവിടെ കാണാൻ സാധിക്കും. ഭാഷ, വസ്ത്രധാരണം, ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്പിൽ പൊതുവെ ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്, കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ നമ്മുടെ മൂന്നാം ലോക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ,
ഇവിടെ ഉണ്ടായിട്ടുള്ളത് കൊളോണിയൽ പ്രസൻസിലാണ്, ബ്രിട്ടീഷ് കൊളോണിയൽ പ്രസൻസിലാണ് ഇവർ ദേശരാഷ്ട്രം ഇവിടെ ഉയർന്നു വരുന്നത്. ആ ദേശരാഷ്ട്രം ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ ഉയർന്നു വന്നത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള നാഷണലിസ്റ്റ് കാഴ്ചപ്പാടാണ് ഉയർന്നു വന്നതെന്നുള്ളതാണ്. പൊളിറ്റിക്കലി ആയാലും അല്ലെങ്കിൽ കൾച്ചറലി ആയാലും ഒരു ഇൻക്ലൂസീവ് കൺസെപ്റ്റാണ് അതിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഉയർന്നു വന്ന ദേശീയത എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ദേശീയത എന്നുള്ള കൺസെപ്റ്റിലല്ല ഉയർന്നു വന്നത്. അത് പൊതുവെ എക്കണോമിക് പൊളിറ്റിക്കൽ നാഷണലിസം എന്നുള്ള രീതിയിലേക്കാണ് ഉയർന്നു വന്നത്. അതിൻ്റെ സങ്കല്പരാശിയിൽ ചില ദേശീയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതൊരു ഇൻക്ലൂസീവ് സ്വഭാവത്തിലുള്ളതാണ് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എനിവേ, അപ്പോൾ ഈ കൾച്ചറൽ നാഷണലിസം നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഹെറഡിറ്ററി ഫിലോസഫിയിലേക്കാണ് നമുക്ക് അത് അന്വേഷിച്ച് പോകുമ്പോൾ അവിടേക്കാണ് നമുക്ക് എത്താൻ സാധിക്കുക.